ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 1-ലെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ്. സോ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ വായിക്കാം. Two forces F and 2F act on a particle. If the first force is increased by 12 kilonewton and second force is doubled, the direction of the resultant remains unchanged. Find the value of F. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസിൽ നമ്മൾ പഠിച്ച ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. രണ്ട് ഫോഴ്സിന്റെ കേസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആക്ടിങ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് സെന്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം ഇത് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് രണ്ട് ഫോഴ്സ് ഉണ്ട്, F ആൻഡ് 2F, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യാൻ. നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് ഇഫ് ദ ഫസ്റ്റ് ഫോഴ്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 12 kilonewton. ഫസ്റ്റ് ഫോഴ്സ് ആയ എഫിനെ 12 kilonewton ഇൻക്രീസ് ചെയ്യും. അതായത് രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് പ്ലസ് 12 ആണ്. ആൻഡ് ദ സെക്കൻഡ് ഫോഴ്സ് ഈസ് ഡബിൾഡ്, അതായത് 2Fനെ ഡബിൾ ചെയ്ത് 4F ആയി. ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് റിമെയിൻസ് അൺചേഞ്ച്. ആ പോയിന്റ് നോട്ട് ചെയ്യുക. എഫ് 2F എന്ന ഫോഴ്സിനെ എഫ് പ്ലസ് 12 ആൻഡ് 4F ആക്കിയപ്പോൾ ഈ രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് ഈ രണ്ട് ഫോഴ്സിനും ഇടയിലുള്ള ആംഗിൾ ആൽഫ ആൻഡ് ഓരോ ഫോഴ്സും റിസൾട്ടന്റുമായിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റ ആൻഡ് ഫൈ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ആൻഡ് ഫൈൻഡ് വാല്യൂ ഓഫ് എഫ്. എഫിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ആദ്യം പറഞ്ഞേക്കുന്നത് രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആൻഡ് 2F ആണ്. നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസിൽ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാം. റിസൾട്ടന്റ് ഓഫ് two forces, if the two forces be P and Q, R is equal to root of P square plus Q square plus 2PQ cos alpha, where alpha is the angle between two forces. If theta is the inclination of force P with the resultant, then tan theta is equal to sin alpha by P by Q plus cos alpha. If phi be the inclination of force Q with the resultant, then tan phi is equal to sin alpha by Q by P plus cos alpha. Okay, ഇത്രയും ഫോർമുലാസ് ആണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസിൽ പഠിച്ചത്. ആൻഡ് ഓൾസോ കുറെ കേസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. when alpha is equal to 0, R is equal to P plus Q. When alpha is equal to 90 degree, R is equal to root of P square plus Q square. When alpha is equal to 180 degree, R is equal to P minus Q. Okay, ഇത്രയും ഫോർമുലാസ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരണം. ഇനി നമ്മൾ കണക്ട് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ തന്നേക്കുന്ന ഒരു കീ പോയിന്റ് ആണ്. റിസൾട്ടന്റ് റിമെയിൻസ്, ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് റിമെയിൻസ് അൺചേഞ്ച്, വിച്ച് മീൻസ് തീറ്റ സെയിം ആയിരിക്കും, ഫൈ സെയിം ആയിരിക്കും, ആൽഫ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആൽഫയുടെ ഇക്വേഷൻ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ആകെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് തീറ്റയുടെ ഇക്വേഷൻ ആണ്. സോ നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ ആൽഫ ബൈ പി ബൈ ക്യൂ പ്ലസ് കോസ് ആൽഫ ആണ്. ഇഫ് പി is taken as f and q is equal to 2f, tan theta is equal to sin alpha divided by f by 2f plus cos alpha. Put it as equation number 1. ഇനി രണ്ടാമത്തെ കേസിലോട്ട് പോവാ. രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്? ആദ്യത്തെ ഫോഴ്സിനെ 12 kilonewton ഇൻക്രീസ് ചെയ്യാണ്. ദാറ്റ് ഇസ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് F plus 12 ആണ്. രണ്ടാമത്തെ ഫോഴ്സ് ആയ 2Fനെ ഡബിൾ ചെയ്യുന്നു, ദാറ്റ് ഇസ് 4F ആയി. സോ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും tan തീറ്റ? tan തീറ്റ is equal to sin alpha by F plus 12 by 4F plus cos alpha. Put it as equation number 2. ഇനി ഫസ്റ്റ് ഇക്വേഷനിലെയും സെക്കൻഡ് ഇക്വേഷനിലെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലേ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് റിമെയിൻസ് അൺചേഞ്ച്, ദാറ്റ് ഇസ് തീറ്റ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്തൂടെ? അഗെയിൻ റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ടിടത്തും സൈൻ ആൽഫ ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ടുണ്ട്. സോ അതിനെ ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിനെ മാത്രം ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ f plus 12 by 4F plus cos alpha is equal to f by 2F plus cos alpha എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുക, ഫൈൻഡ് f 12 kilonewton ആണെന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.
നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Question: Forces of 15 Newton, 20 Newton, 25 Newton, 35 Newton and 45 Newton act at an angular point of a regular hexagon towards the other angular points as shown in figure. Calculate the magnitude and direction of the resultant force. ഇവിടെ കുറച്ച് ഫോഴ്സസ് തന്നിട്ടുണ്ട്. 15 Newton, 20, 25, 35 and 45 Newton. ഒരു റെഗുലർ ഹെക്സഗണിന്റെ ആംഗുലർ പോയിന്റിലാണ് ഈ ഫോഴ്സ്, ആംഗുലർ പോയിന്റിൽ നിന്നുമാണ് ഈ ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്നത് ഒരു കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം ആണ്. ഓക്കെ, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫോഴ്സ് സിസ്റ്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ്. ഈ ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? R is equal to root of sigma fx square plus sigma fy square. If inclination of resultant with sigma fx theta ആണെങ്കിൽ tan theta is equal to modulus of sigma fy by sigma fx. Then theta r inclination of resultant with positive x-axis. If resultant is in first quadrant, theta r will be equal to theta. If resultant is in second quadrant, theta r will be equal to 180 minus theta. If resultant is in third quadrant, theta r is equal to 180 plus theta. If resultant is in fourth quadrant, theta r is equal to 360 minus theta. അപ്പോൾ നമ്മൾ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത്രയും ഫോർമുലാസ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ ഇത്രയും ഫോർമുലാസ് നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫിഗർ തന്നിട്ടുണ്ട്, റെഗുലർ ഹെക്സഗൺ ആണ്, ആംഗിൾസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുക. പ്രോബ്ലം ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത് ആദ്യം ഓരോ ഫോഴ്സസും നേച്ചർ ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക, വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക, ഇൻക്ലൈൻഡ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സിനെ അങ്ങനെ ഇട്ടേക്കുക, ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുക. ഇവിടെ 20 ന്യൂട്ടൺ, 25 ന്യൂട്ടൺ ആൻഡ് 45 ന്യൂട്ടൺ. ഫിഗർ ശ്രദ്ധിക്കുക, 20 ന്യൂട്ടൺ, 25 ന്യൂട്ടൺ, 45 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. സോ ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, 20 ന്യൂട്ടൺ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. സോ 20 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് 20 cos 30 and vertical component 20 sin 30. കമ്പോണൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കണം കമ്പോണൻസിന്റെ ഡയറക്ഷൻ. നെക്സ്റ്റ് 25 ന്യൂട്ടൺ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. സോ 20 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് 25 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് 25 cos 60 and vertical component 25 sin 60. Similarly 45 ന്യൂട്ടൺ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ 45 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് 45 cos 60 and vertical component 45 sin 60. ഓക്കെ, ഇനി റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ ആണ്. where sigma fx is the sum of horizontal forces. അപ്പോൾ ആദ്യം സിഗ്മ എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റിലോട്ടുള്ള ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ലെഫ്റ്റിലോട്ടുള്ളത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. സോ 15 റൈറ്റിലോട്ടാണ്, സോ പോസിറ്റീവ്, പ്ലസ് 20 cos 30 പ്ലസ് 25 cos 60. ഈ മൂന്ന് ഫോഴ്സും റൈറ്റിലോട്ട് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് എടുത്തു. മൈനസ് 45 cos 60. 45 ന്യൂട്ടൺ 45 cos 60 എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് എടുത്തു. സോ ഫൈൻ സിഗ്മ എഫ് എക്സ്. സിമിലർലി സിഗ്മ എഫ് വൈ ഓൾസോ കാൽക്കുലേറ്റ് ചെയ്യാം. സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ്, അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിസൾട്ടന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഓക്കെ, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് റിസൾട്ട്. ഇനി നെക്സ്റ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷൻ ഉണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഫോർമുല tan theta is equal to modulus of sigma fy by sigma fx. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് theta.
then theta r കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, അതായത് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും പോസിറ്റീവ് ആണ്. സോ റിസൾട്ടന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ആർ വിൽ ബി ഈക്വൽ ടു തീറ്റ വിച്ച് ഇസ് 78.07 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒരു കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ആർ കണ്ടുപിടിക്കണം, തീറ്റ കണ്ടുപിടിക്കണം, ആൻഡ് ഓൾസോ ഫൈൻഡ് തീറ്റ ആർ. തീറ്റ ആർ എന്ന് പറയുന്നത് റിസൾട്ട് പോസിറ്റീവ് എക്സ് ആക്സും ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഫിഗർ തന്നിട്ടില്ല. സോ ഇവിടെ ശ്രദ്ധിക്കുക, 5 forces 4√3, 5√3 and 3 kilonewton respectively act at one of the angular points of a regular hexagon towards other 5 angular points. Find the magnitude and direction of the resultant force. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 5 ഫോഴ്സസ് ഉണ്ട്, 4 kilonewton, √3, 5, √3 and 3 kilonewton. ഈ 5 ഫോഴ്സും ഒരു റെഗുലർ ഹെക്സഗന്റെ ഒരു ആംഗുലർ പോയിന്റിൽ നിന്നും മറ്റ് ആംഗുലർ പോയിന്റ്സിലോട്ട് ഡയറക്റ്റ് ചെയ്താണ് ആക്ട് ചെയ്തേക്കുന്നത്. ഈ ഫോഴ്സ് സിസ്റ്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ഞാൻ O എന്ന റെഗുലർ ഹെക്സഗൺ ആദ്യം വരച്ചു. ഞാൻ O എന്ന പോയിന്റിൽ നിന്നും ബാക്കി ആംഗുലർ പോയിന്റ്സിലോട്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്തത്. Oയിൽ നിന്നും ഫസ്റ്റ് ആംഗുലർ പോയിന്റിലോട്ട് 4 kilonewton, അടുത്ത ആംഗുലറിൽ √3, അടുത്ത ആംഗുലർ പോയിന്റിലോട്ട് 5, അടുത്ത ആംഗുലർ പോയിന്റിലോട്ട് √3 ആൻഡ് അടുത്ത ആംഗുലർ പോയിന്റിലോട്ട് 3. നിങ്ങൾക്ക് ഈ ഡയറക്ഷനിൽ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫോഴ്സസ് എടുത്തത്, നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫോഴ്സസ് എടുക്കാം. ഓക്കെ, ഈ പ്രോബ്ലം ഫിഗർ തരാത്തത് കൊണ്ട് തന്നെ ഫോഴ്സിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം, പക്ഷെ ഫോഴ്സിന്റെ ഓർഡർ മാറരുത്. ഓക്കെ, ഇനി ബാക്കി തൊട്ട് മുന്നേ പറഞ്ഞ പ്രോബ്ലം സെയിം. റിസൾട്ടന്റ് R is equal to root of sigma fx square plus sigma fy square. So first sigma fx calculate here, sigma fy calculate here, formula substitute here, find resultant. Then direction tan theta modulus of sigma fy by sigma fx. Equation il ninnum theta calculate here. fx ഉം fy ഉം പോസിറ്റീവ് ആയിട്ടാ കിട്ടുന്നത്. So theta will be equal to theta. Okay, തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം സെയിം മെത്തേഡ് ആണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് ഓഫ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം പ്രോബ്ലം ചോദിക്കാൻ ചാൻസസ് ഉണ്ട്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഫോർമുലാസ് അറിയണം, ആൻഡ് ഓൾസോ ഫോഴ്സിനെ കൃത്യമായി റിസോൾവ് ചെയ്യാനായിട്ട് അറിയണം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന്. സോ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ വായിക്കാം. 3 cylinders with given diameters are arranged as shown in figure. The cylinders A and B of weight 1000 Newton each and weight of cylinder C is 2000 Newton. Determine the forces exerted at the contact points. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ സിസ്റ്റത്തിനകത്ത് 3 സിലിണ്ടേഴ്സ് ഉണ്ട്. എയുടെയും ബിയുടെയും വെയിറ്റ്, ലോവർ സിലിണ്ടേഴ്സിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, അപ്പർ സിലിണ്ടറിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് കോണ്ടാക്ട് സർഫസിലെ ഫോഴ്സസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രത്തിലെ പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം ആ സിസ്റ്റത്തിൽ തന്നെ തന്നേക്കുന്ന ഫിഗർ അതുപോലെ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ബോഡിയിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആ ഫിഗറിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആ ഉള്ളത്? ഞാൻ ആദ്യം അപ്പർ സിലിണ്ടർ കൺസിഡർ ചെയ്തു. അപ്പർ സിലിണ്ടർ സിയിൽ സെൽഫ് വെയിറ്റ് ഉണ്ട് 2000 ന്യൂട്ടൺ, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. എയും സിയുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, അതിനെ ഞാൻ R3 എന്ന് എടുത്തു. R3 എയുടെയും സിയുടെയും കോണ്ടാക്ട് സർഫസിലാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ സിയുടെയും ബിയുടെയും കോണ്ടാക്ട് സർഫസിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, R4. എപ്പോഴും ശ്രദ്ധിക്കുക, നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ ബോഡി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ. അപ്പൊ സിയിൽ വേറെ ഫോഴ്സസ് ഒന്നും ഇല്ല. അടുത്ത എ കൺസിഡർ ചെയ്യുക. എ കൺസിഡർ ചെയ്യുമ്പോൾ എയിലെ ഫോഴ്സസ് ഒബ്വിയസ്ലി സെൽഫ് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സിയു ആയിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ R3, വെർട്ടിക്കൽ വോളുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ R1, ഫ്ലോറുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ R2. സിമിലർലി സിലിണ്ടർ ബി കൺസിഡർ ചെയ്യുക. ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് 1000 ന്യൂട്ടൺ,
self weight acts vertically downwards. Vertical volume ആയിട്ടുള്ള contact surface ലെ normal reaction R5, floor ആയിട്ടുള്ള contact surface ലെ normal reaction R6. Okay, അപ്പോൾ ഇത്രയും force ആണ്. And also C യും B യും ആയിട്ടുള്ള contact surface ലെ normal reaction R4. ഇത്രയും forces ആണ് A, B, C എന്ന cylinders ൽ act ചെയ്യുന്നത്. Okay. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫോഴ്സിന്റെയും നേച്ചർ എങ്ങനെയാണെന്ന് നോക്കുക. ഹൊറിസോണ്ടൽ ആണോ, വെർട്ടിക്കൽ ആണോ, ഇൻക്ലൈൻഡ് ആണോ നോക്കുക. ഇപ്പോ 1000 ന്യൂട്ടൺ, 2000 ന്യൂട്ടൺ, R2 and R6 ഈ 5 ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. അപ്പൊ അതിനെ അങ്ങനെ വിട്ടേക്കുക. R1 and R5 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അപ്പൊ അതിനെയും റിസോൾവ് ചെയ്യേണ്ട, അങ്ങനെ വിട്ടേക്കുക. R3 and R4 എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. സോ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യണം. ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വേണം. അപ്പൊ ഇനി എങ്ങനെ ആ ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാന്ന് നോക്കുക. സോ ശ്രദ്ധിക്കുക, R3 ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ തീറ്റ എന്ന് എടുത്തു. ഇവിടെ ക്വസ്റ്റിൽ തന്നെ ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്, സ്മോൾ a, സ്മോൾ b ആൻഡ് സ്മോൾ c. ഈ ട്രയാംഗിളിന്റെ AC നമുക്കറിയാം. സിലിണ്ടർ എയുടെ ഡയമീറ്റർ ആണ് 0.6, സിലിണ്ടർ സിയുടെ ഡയമീറ്റർ ആണ് 1.2. അങ്ങനെയാണെങ്കിൽ A എന്ന സിലിണ്ടറിന്റെ റേഡിയസ് 0.3യും C എന്ന സിലിണ്ടറിന്റെ റേഡിയസ് 0.6 ആണെങ്കിൽ സ്മോൾ AC എന്ന് പറയുന്നത് 0.3 plus 0.6 that is 0.9 ആയിരിക്കില്ലേ? സോ ഈ ട്രയാംഗിളിന്റെ AC യും BC എന്ന് പറയുന്നത് 0.9 ആണ്. സിമിലർലി ഈ ട്രയാംഗിളിന്റെ AB ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഓൾറെഡി ഈ ചാനൽ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ബേസിൽ നിന്നും 0.3 മൈനസ് 0.3 രണ്ട് A and B എന്ന സിലിണ്ടേഴ്സിലെ റേഡിയസ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ AB കിട്ടത്തില്ലേ? സോ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. AB 2 മൈനസ് ഓഫ് 0.3 പ്ലസ് 0.3. അപ്പൊ നമുക്ക് AB കിട്ടി. ഇനി AC ഡാഷ് എന്ന് പറയുന്നത് AB യുടെ പകുതി ആയിരിക്കില്ലേ? കാരണം ഇതൊരു ഐസോസിലസ് ട്രയാംഗിൾ ആണ്. AC യും BC സെയിം ആണ്. അപ്പോ AC ഡാഷ് എന്ന് പറയുന്നത് AB യുടെ ഹാഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൺസിഡർ ട്രയാംഗിൾ ACC ഡാഷ്. ട്രയാംഗിളിൽ നിന്നും കോസ് തീറ്റ എടുത്താൽ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ ഫസ്റ്റ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. തീറ്റ എന്ന് പറയുന്നത് R3 ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്, വിച്ച് മീൻസ് R4ഉം ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തീറ്റ കിട്ടി. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഓരോ ഫ്രീ ബോഡി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഓരോ സിലിണ്ടർ ആയിട്ട് സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യുക. അതായത് സിസ്റ്റത്തിൽ നിന്നും ഓരോ സിലിണ്ടേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് എടുക്കേണ്ട ബോഡി എന്ന് പറയുന്നത് ഏത് ബോഡിയിലാണോ 2 അൺനോൺസ് ഉള്ളത് ആ ബോഡി ആയിരിക്കണം ആദ്യം എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ A നോക്കുമ്പോൾ Aയിൽ 3 അൺനോൺസ് ഉണ്ട്, അതുപോലെ B എന്ന സിലിണ്ടറിലും 3 അൺനോൺസ് ഉണ്ട്. പക്ഷെ C നോക്കുമ്പോൾ Cയിൽ ആകെ 2 അൺനോൺസേ ഉള്ളൂ. സോ ഫസ്റ്റ് ഏത് സിലിണ്ടർ എടുക്കേണ്ടത്? ഫസ്റ്റ് കൺസിഡർ ദി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സിലിണ്ടർ C. സിലിണ്ടർ സിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുക, ഫോഴ്സസ് വരയ്ക്കുക, ഇൻക്ലൈൻഡ് ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക, sigma fx is equal to 0 and sigma fy is equal to 0. Conditions of equilibrium apply ചെയ്യുക. Find unknown forces R3 and R4. Okay, അപ്പോൾ R3 and R4 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക? ഒന്നുകിൽ സിലിണ്ടർ A കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ സിലിണ്ടർ B. ഇവിടെ സിലിണ്ടർ Aയും Bയും ഐഡന്റിക്കൽ ആണ്, അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. So next consider the free body diagram of cylinder A. Draw the free body diagram. Apply conditions of equilibrium. Sigma fx is equal to 0 and sigma fy is equal to 0. And find unknown reactions at contact surface R1 and R2. Okay. എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രത്തിലെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഫിഗർ അതുപോലെ എടുത്ത് വരയ്ക്കുക. ഓരോ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് വരയ്ക്കുക. വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക, ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക, ഇൻക്ലൈൻഡ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യണം. ഇൻക്ലൈൻഡ് ഫോഴ്സിനെ റിസോൾവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് വേണം. ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വെർട്ടിക്കലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്ന് നോക്കുക. ഫിഗറിൽ തന്നെ അതിനുള്ള എന്തെങ്കിലും ക്ലൂസ് ഉണ്ടായിരിക്കും. സോ ഫൈൻഡ് തീറ്റ. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻക്ലൈൻഡ് ഫോഴ്സിനെയും റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യുക? 2 അൺനോൺസ് ഉള്ള ബോഡി എടുക്കുക, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക, unknown reactions
ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രത്തിലെ പ്രോബ്ലം ചെയ്യുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രീ ബോഡി ഡയഗ്രത്തിന് മാർക്കുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് മൊമെന്റ് ഓഫ് ഫോഴ്സിൽ വരുന്ന പ്രോബ്ലം ആണ്. സോ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A cylindrical rod roller of weight 1000 Newton and radius 30 centimeter is pulled by a force P through the center of the wheel. While moving, it comes across an obstacle of height 15 centimeter. Calculate the least force P required to cross the obstacle. So question പറഞ്ഞിരിക്കുന്നത് ഒരു റോഡ് റോളർ തന്നിട്ടുണ്ട്. ആ റോളറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1000 ന്യൂട്ടൺ ആണ്. റോളറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഈ റോളറിനെ പുള്ളി ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് P ആണ്. നമ്മളോട് പറയുന്നത് ഇതിന്റെ മൂവ്മെന്റിന്റെ ഇടയിൽ 15 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്സ്റ്റക്കിളിനെ തട്ടി ഈ റോളർ നിൽക്കുവാണ്. നമ്മളോട് ചോദിച്ചത് ഈ ഒബ്സ്റ്റക്കിൾ ക്രോസ് ചെയ്യാനായിട്ട് വീലിന്റെ സെന്ററിൽ അപ്ലൈ ചെയ്യേണ്ട ലീസ്റ്റ് ഫോഴ്സ് P കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഫിഗർ ഒന്നും തന്നിട്ടില്ല, നമ്മൾ സ്വയം ഫിഗർ വരയ്ക്കാം. സോ ഞാൻ ഫസ്റ്റ് 30 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു റോളർ വരച്ചു. റോളറിന്റെ സെൽഫ് വെയിറ്റ് 1000 ന്യൂട്ടൺ ആണ്. ഈ റോളർ 15 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്സ്റ്റക്കിൾ തട്ടി നിൽക്കുകയാണ്. ഒബ്സ്റ്റക്കിളും റോളറും ആയിട്ടുള്ള കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ഇനി റോളറിന്റെ സെൽഫ് വെയിറ്റ് 1000 ന്യൂട്ടൺ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. റോളറിന്റെ സെന്ററിലെ ലീസ്റ്റ് ഫോഴ്സ് P ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. P makes an angle alpha with OA. ഓക്കെ, ഈ ഫോഴ്സ് P എന്ന് പറയുന്നത് OAയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ലീസ്റ്റ് ഫോഴ്സ് P ആണ്. ഓക്കെ, P കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ആയ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്താൽ നമുക്ക് P കിട്ടത്തില്ല. സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിൽ നിന്നേ നമുക്ക് P കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് A എന്ന പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് മൊമെന്റ് എടുക്കുന്നത്. A എന്ന പോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കണമെങ്കിൽ നമുക്കിവിടെ രണ്ട് ഫോഴ്സ് ആണുള്ളത്, 1000 ന്യൂട്ടൺ ആൻഡ് P. ഈ രണ്ട് ഫോഴ്സിനെയും OA എന്ന ലൈനിന് പാരലലും പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യണം. OA എന്ന ലൈനിന് പാരലലും പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഫോഴ്സും OAയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് വേണം. ഓക്കെ, അപ്പോ ഫോഴ്സ് P OAയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ ആൽഫ എന്ന് എടുത്തു. 1000 ന്യൂട്ടൺ OAയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ തീറ്റ എന്നെടുത്തു. ഓക്കെ, ഇതിൽ ആൽഫ എനിക്ക് കണ്ടുപിടിക്കാൻ യാതൊരു വഴിയില്ല, പക്ഷെ തീറ്റ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫ്രം ട്രയാങ്കിൾ OO' ഫിഗർ ശ്രദ്ധിക്കുക, OO''യിൽ നിന്നും കോസ് തീറ്റ എന്ന് പറയുന്നത് OO'/OA ആണ്. OO' എന്ന് പറയുന്നത് 30 മൈനസ് 15 ആണ്. ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വീലിന്റെ റേഡിയസ് 30 ആണ്, ഒബ്സ്റ്റക്കിളിന്റെ ഹൈറ്റ് 15 ആണ്. അങ്ങനെയെങ്കിൽ OO' എന്ന് പറയുന്നത് 30 മൈനസ് 15 ആണ്. സോ OO' എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. OA എന്ന് പറയുന്നത് വീലിന്റെ റേഡിയസ് ആണ്, ദാറ്റ് ഇസ് 30. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും തീറ്റ കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് 1000 ന്യൂട്ടൺ OAയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ കിട്ടി. ഇനി OAക്ക് പാരലലും പെർപെൻഡിക്കുലർ ആയിട്ട് 1000 ന്യൂട്ടൺ റിസോൾവ് ചെയ്യാമല്ലോ. സിമിലർലി Pനെയും OAക്ക് പാരലലും പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യാം. 1000 ന്യൂട്ടന്റെ OAക്ക് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് 1000 കോസ് തീറ്റ. Pയുടെ OAക്ക് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് P കോസ് ആൽഫ. അതുപോലെ Pയുടെ OAക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് P സൈൻ ആൽഫ. അതുപോലെ 1000 ന്യൂട്ടന്റെ OAക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് 1000 സൈൻ തീറ്റ. ഇനി ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് ഐ എം ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A, ദാറ്റ് ഈസ് സിഗ്മ എം A is equal to 0. ഓക്കെ, എക്ക് അബൌട്ട് ആയിട്ട് ഒന്ന് മൊമെന്റ് എടുത്തേ. ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ആ ഉള്ളത്? 1000 കോസ് തീറ്റയും P കോസ് ആൽഫയും എയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ അതിന്റെ മൊമെന്റ് എന്തായിരിക്കും? 0. പിന്നെ ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 1000 സൈൻ തീറ്റ ആൻഡ് P സൈൻ ആൽഫ. അപ്പോ 1000 സൈൻ തീറ്റയുടെ മൊമെന്റ് എന്തായിരിക്കും? 1000 സൈൻ തീറ്റ ഇൻറ്റു എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് OA. ഇനി 1000 സൈൻ തീറ്റ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ നെഗറ്റീവ് വരും. സോ മൈനസ് 1000 സൈൻ തീറ്റ ഇൻറ്റു OA. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് P സൈൻ ആൽഫ. P സൈൻ ആൽഫ മൊമെന്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് OA. P സൈൻ ആൽഫ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് വരും. സോ പ്ലസ്
P sin alpha into OA is equal to 0 എന്ന് വരും. ഓക്കെ, ഇനി 1000 sin theta into OA അപ്പുറത്ത് കൊണ്ടുപോവാ, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവാ, OA ക്യാൻസൽ ചെയ്യാം. P is equal to 866 divided by sin alpha എന്ന് വരും. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് ലീസ്റ്റ് ഫോഴ്സ് ആണ്. നമുക്ക് ലീസ്റ്റ് ഫോഴ്സ് കിട്ടണമെങ്കിൽ P is equal to 866 by sin alpha എന്ന ഇക്വേഷനിലെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 1. അപ്പൊ സൈൻ ആൽഫയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ സൈൻ ആൽഫ 1 ആണെങ്കിൽ ആൽഫ 90 ഡിഗ്രി ആയിരിക്കില്ലേ? സോ for least P, alpha is equal to 90 degree. 90 degree ആൽഫയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് P എന്ന് പറയുന്നത് 866 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇത് അങ്ങനെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 തവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇത് ഓൾറെഡി യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സിമിലർ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പ്രോബ്ലംസ് ആയിട്ട് നോക്കേണ്ടത് റിസൾട്ടന്റ് ഓഫ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിലെ പ്രോബ്ലം ചോദിക്കാം, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസിലെ പ്രോബ്ലം ചോദിക്കാം, ഫ്രീ ബോഡി ഡയഗ്രത്തിലെ പ്രോബ്ലം ചോദിക്കാം, മൊമെന്റിലെ പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് കൃത്യമായി ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും പഠിക്കുക. ഓക്കെ, താങ്ക് യു.